ക്ഷയരോഗമുക്ത കേരളത്തിനായി സംഘടിപ്പിക്കുന്ന 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി അയ്യപ്പൻ കോവിലിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ആരോഗ്യ കേരളം ക്ഷയരോഗ നിവാരണ വിഭാഗമാണ് ആരോഗ്യ പ്രവർത്തകർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ക്ഷയരോഗമുക്ത കേരളത്തിനായി ഒരു ജനകീയ മുന്നേറ്റത്തിലാണ് 100 ദിന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത്. ഓരോ വീടുകളിലെയും ദുർബലരായവരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തുകയും ഇവരെ പരിശോധനയ്ക്ക് അയക്കുകയും രോഗമുണ്ടെങ്കിൽ വിദഗ്ധ ചികിത്സയിലൂടെ മാറ്റിയെടുത്ത് സമ്പൂർണ്ണ ക്ഷയരോഗമുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയെടുക്കുകയാണ് ലക്ഷ്യം. TB യൂണിറ്റ് വണ്ണംമേടിന്റെ നേതൃത്വത്തിലാണ് അയ്യപ്പൻ കോവിലിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. ക്ഷയരോഗ പരിശോധനയും ചികിത്സയും സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും സൗജന്യമാണ്. ക്ഷയരോഗ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ സാറ ആൻഡ് ജോർജ് ക്ലാസ് നയിച്ചു. 2030 എങ്കിലും ആകുമ്പോഴത്തേനെ നമുക്ക് എലിമിനേഷൻ നടത്തണം എന്നുള്ള ഒരു ഊർജിതമായിട്ടുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് 100 ഡേയ്സ് പ്രോഗ്രാം നടക്കുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള എന്താണ് 100 ഡേയ്സ് പ്രോഗ്രാമിൻ്റെ 100 ദിന പരിപാടിയുടെ ഒരു പ്രധാന പ്രാധാന്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരിലാണ് ട്യൂബർക്കുലോസിസ് അതായത് ക്ഷയരോഗം എന്ന് കണ്ടെത്തുക അല്ലേ. അതായത് വൾണറബിൾ എന്ന് പറയുന്ന ആ ഒരു വാക്ക് നിങ്ങൾ ഓർത്തിരിക്കുക. വൾണറബിൾ ഗ്രൂപ്പ്, വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ്, അതിനെ നമ്മുടെ പഞ്ചായത്തിൽ നിങ്ങളുടെ ഏരിയയിലുള്ള വൾണറബിൾ ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുക. വൾണറബിൾ ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ എന്താ? വൾണറബിളിന്റെ അർത്ഥം അറിയാലോ? എന്താ? വീക്ക് ആയിട്ടുള്ള. വൾണറബിൾ എന്ന ആ വാക്കിന്റെ അർത്ഥം തന്നെ വീക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വീക്ക് ആയിട്ടുള്ള ആളുകൾ. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടന യോഗത്തിൽ മെഡിക്കൽ ഓഫീസർ മേരി വർഗീസ് അധ്യക്ഷത വഹിച്ചു. ട്രീറ്റ്മെന്റ് സൂപ്പർവൈസർ ബിന്ദു TK, ഹെൽത്ത് ഇൻസ്പെക്ടർ ജെയ്സൺ C ജോൺ, പബ്ലിക് ഹെൽത്ത് നഴ്സ് ടെസ്സി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻ കോവിൽ.